നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയ വാർത്ത ഇന്ത്യയിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മലയാളിയുണ്ട്, ഒരു മതപുരോഹിതൻ. പേര് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇടപെടൽ സാധ്യത വിരളമായിരുന്ന യമനിലെ സൻആ, നിലവിൽ ഹൂതികളുടെ ഭരണത്തിൻ്റെ കീഴിൽ മുന്നോട്ടു പോകുന്ന സൻആ, ഇന്ത്യക്ക് എംബസി ഇല്ലാത്ത സ്ഥലം. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇനി ഇടപെടാനൊന്നുമില്ലെന്ന് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കടരമണി പരമോന്നത കോടതിയിൽ അറിയിച്ചതാണ്. ആ സാഹചര്യത്തിലാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ രംഗപ്രവേശം ചെയ്യുന്നത്. ഒരു രാജ്യം തോൽക്കുമായിരുന്നിടത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധം ഉപയോഗിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് തിളക്കമേറ്റുന്നു. അതുവഴി നിമിഷപ്രിയ മോചിതയാകുന്നു. വ്യക്തിബന്ധങ്ങളില്ലാതെ സൻആ കോടതിയുടെ ഉത്തരവിൽ കടന്നുകയറുക പ്രയാസമാണ്. കാന്തപുരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി സംസാരിക്കുന്നു. ആ സംസാരമാണ് നിർണായകമായത്. ഷെയ്ഖ് ഹബീബ് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി സംസാരിച്ചു. ഇതുവരെ അടുക്കാതിരുന്ന തലാലിൻ്റെ കുടുംബം ആ ഒറ്റ സംഭാഷണം വഴി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. കാന്തപുരം നിമിത്തമാകുന്നു. ആ പണ്ഡിതൻ കയ്യടികൾ അർഹിക്കുന്നു. മറ്റെല്ലാം മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് കാന്തപുരം എന്ന ആ വ്യക്തിയെയാണ്.